ഇത് റൂഹ് ഹഫ്സ. റമദാൻ മാസത്തിൽ ഗൾഫ് രാജ്യങ്ങളിലും ഉത്തരേന്ത്യയിലും പാകിസ്ഥാനിലുമൊക്കെ ഏറ്റവും അധികം പ്രചാരത്തിലുള്ള ഒരു പാനീയമാണ് റൂഹ് ഹഫ്സ. ഇത് റൂഹ് ഹഫ്സ കൊണ്ട് നിർമ്മിച്ച 2 തരം സർബത്തുകൾ. ഈ സർബത്ത് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് ഏറ്റവും ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് എന്താണ് റൂഹ് ഹഫ്സ, ഇതിൽ എന്തൊക്കെയാണ് ചേർന്നിരിക്കുന്നത്, ഇത് കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്, ഇത് എങ്ങനെ നമുക്ക് ലഭ്യമാകും എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം. അറബിയിലും ഉറുദുവിലും റൂഹ് എന്ന വാക്കിനർത്ഥം ആത്മാവ് എന്നാണ്. റൂഹ് അഫ്സ എന്നാൽ ആത്മപോഷിണി എന്നും. പേരുപോലെ തന്നെ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്ന ഔഷധമാണ് റൂഹ് അഫ്സ. വടക്കേ ഇന്ത്യയിൽ ഇഫ്താർ വിരുന്നുകൾക്ക് ഉള്ളം തണുപ്പിക്കുന്ന റൂഹ് ഹഫ്സ എന്ന പാനീയത്തിൻ്റെ പ്രധാന ചേരുവ റോസാപ്പൂവിൻ്റെ ഇതളുകളാണ്. റോസാപ്പൂവിനെ കൂടാതെ വിവിധ ഔഷധ പുഷ്പങ്ങളും പ്രകൃതിദത്തമായ ഔഷധക്കൂട്ടുകളും ചേർത്താണ് റൂഹ് ഹഫ്സ നിർമ്മിക്കുന്നത്. പാഴ്സലിൻ, ചിക്കോരി, ഉണക്കമിന്തിരിച്ചാർ, വെള്ള ആമ്പൽ, നീല നക്ഷത്ര ആമ്പൽ, താമര, ബൊറേജ് എന്ന ഒരുതരം മുള്ളൻ ചെടി എന്നീ ഔഷധ സസ്യങ്ങളും ഓറഞ്ച്, ചെറുനാരങ്ങ, കൈതച്ചക്ക, ആപ്പിൾ, കുരുവില്ലാപ്പഴം, സ്ട്രോബെറി, റാസ്ബെറി, ചുവന്നബെറി, ചെറിപ്പഴം, മുന്തിരി, ബ്ലാക്ക് കറന്റ്, തണ്ണിമത്തൻ എന്നീ പഴങ്ങളുടെ ചാറും റോസ്, ഓറഞ്ച്, കെവുറ, നാരങ്ങ എന്നിവയുടെ പൂക്കളുടെ നീരും രാമച്ചത്തിൻ്റെ വേരുമാണ് റൂഹ് ഹഫ്സയ്ക്ക് ഔഷധമൂല്യം പകരുന്ന ചേരുവകൾ. തെക്കനേഷ്യയിലെ ഏറ്റവും പ്രസിദ്ധമായ യൂനാനി മരുന്ന് നിർമ്മാണ കമ്പനിയായ ഹംദർദ് ലബോറട്ടറീസിൻ്റെ സ്ഥാപകൻ ഹക്കീം ഹാഫിസ് അബ്ദുൽ മജീദാണ് ആദ്യമായി റൂഹ് ഹഫ്സ നിർമ്മിക്കുന്നത്. 100 വർഷം മുമ്പ് ഡൽഹിയിലെ തൻ്റെ 2 മുറി കെട്ടിടത്തിലായിരുന്നു ഹംദർദ് ഫാർമ എന്ന പേരിൽ ഹാഫിസ് അബ്ദുൽ മജീദ് ഒരു സാധാരണ യൂനാനി മരുന്ന് വിൽപ്പനശാല തുടങ്ങുന്നത്. പിന്നീട് ഇവിടെ നിർമ്മിച്ച റൂഹ് ഹഫ്സയ്ക്ക് പ്രചാരമേറുകയായിരുന്നു. കാലക്രമേണ തെക്കനേഷ്യൻ രാജ്യങ്ങളെ കീഴടക്കിയ ബിസിനസ് സാമ്രാജ്യമായ ഹംദർദ് ലബോറട്ടറീസായി ആ സ്ഥാപനം വളർന്നു. ഇപ്പോൾ ഇന്ത്യയിൽ മാത്രം കോടിക്കണക്കിന് രൂപയാണ് റൂഹ് ഹഫ്സയുടെ പ്രതിമാസ വിറ്റുവരവ്. ഇന്ത്യ വിഭജനത്തെ തുടർന്ന് ഹാഫിസ് അബ്ദുൽ മജീദിൻ്റെ മക്കളിൽ ചിലർ പാകിസ്ഥാനിലേക്ക് പോവുകയും അവിടെ ഹംദർദിൻ്റെ പേരിൽ റൂഹ് ഹഫ്സ നിർമ്മിക്കാനും തുടങ്ങി. ചെറിയ രീതിയിൽ പാകിസ്ഥാനിൽ ഉൽപ്പാദനം തുടങ്ങിയ റൂഹ് ഹഫ്സ അവിടെയും വമ്പൻ ഹിറ്റായി. ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പാകിസ്ഥാനിൽ നിന്നും ഈ പാനീയം കയറ്റി അയക്കുന്നുണ്ട്. ഇന്ത്യയാണ് റൂഹ് ഹഫ്സയുടെ ജന്മദേശമെങ്കിലും ഇതിൽ ചേർക്കുന്ന അസംസ്കൃത ചേരുവകളുടെ അഭാവം മൂലം ഉൽപ്പാദനം കുറവാണ്. റമദാൻ മാസത്തിൽ ഉപഭോക്താക്കളുടെ ആവശ്യത്തിനനുസരിച്ച് റൂഹ് ഹഫ്സ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാറില്ല. ഇതിന് പരിഹാരം കാണാൻ ഹംദർദ് ലബോറട്ടറീസ് ശ്രമം നടത്തുകയാണ്. ഇന്ത്യ ഗവൺമെൻറ് അനുവദിക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് റൂഹ് ഹഫ്സ ഇറക്കുമതി ചെയ്യാമെന്ന് ഹംദർദ് അധികൃതർ വ്യക്തമാക്കി. ഔഷധക്കൂട്ടുകൾ വൻതോതിൽ കൃഷി ചെയ്ത് ക്ഷാമം പരിഹരിക്കാനും ശ്രമം നടത്തുന്നുണ്ട്. ആവശ്യക്കാരുടെ വർധനവ് കണക്കിലെടുത്ത് ബംഗ്ലാദേശിലും റൂഹ് ഹഫ്സ ഉൽപ്പാദനം തുടങ്ങിയിട്ടുണ്ട്. വേനൽക്കാലത്ത് ശരീരത്തെ ശീതീകരിക്കുന്ന റൂഹ് ഹഫ്സ നമുക്ക് ഊർജ്ജസ്വലതയും ഔഷധഗുണവും പ്രദാനം ചെയ്യുന്നു. ശീതളപാനീയം എന്നതിലുപരി ശരീരത്തിനും മനസ്സിനും ഉന്മേഷം പകരുന്ന മരുന്ന് കൂടിയാണ് റൂഹ് ഹഫ്സ. ഇത്രയേറെ ചേരുവകളും ശരീരത്തിന് ഗുണവുമൊക്കെ ചെയ്യുന്ന റൂഹ് ഹഫ്സയ്ക്ക് വില വളരെ കൂടുതലായിരിക്കും എന്ന തെറ്റിദ്ധാരണ വേണ്ട. ഞാൻ ഈ റൂഹ് ഹഫ്സ ഖത്തറിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന് വെറും 10 റിയാൽ മാത്രമാണ് വില. അതായത് നമ്മുടെ ഇന്ത്യൻ രൂപ 200 രൂപ. ചിലപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഈ സാധനത്തിന് ഇതിലേറെ വില കുറച്ച് നാട്ടിൽ കിട്ടും. ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് മുമ്പ് വാങ്ങിയിരുന്നത് 15 റിയാലിനാണ്. പക്ഷേ ഈ റമദാൻ മാസത്തിൽ ഖത്തറിൽ 500 അവശ്യ വസ്തുക്കളുടെ വില ഖത്തർ ഗവൺമെൻറ് സബ്സിഡിയോടുകൂടി കുറച്ചിരുന്നു. അതിൽപ്പെട്ടതാണ് റമദാൻ മാസത്തിൽ പ്രധാനമായും ഉപയോഗിക്കുന്ന പാനീയങ്ങളിൽപ്പെട്ട ഈ റൂഹ് ഹഫ്സയും. നമ്മുടെ വീട്ടിലൊക്കെ ഒരു ഗസ്റ്റ് വന്നാൽ അവർക്ക് പെട്ടെന്ന് കുടിക്കാൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ടാങ്ക് വീട്ടിൽ കരുതാറുണ്ട്. ഈ ടാങ്ക് അടുത്ത കാലത്തായിട്ടാണ് നമ്മുടെ നാട്ടിലെ മാർക്കറ്റുകളിൽ ലഭ്യമായി തുടങ്ങിയത്. വർഷങ്ങൾക്ക് മുമ്പ് ഈ ടാങ്ക് ആവശ്യമുള്ളവർ ഗൾഫുകാരെ ആശ്രയിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് നമ്മുടെ നാട്ടിൽ ടാങ്കിൻ്റെ ഉപഭോഗം കൂടിയപ്പോൾ നമ്മുടെ മാർക്കറ്റുകളിലും ഇത് ലഭ്യമായി തുടങ്ങി. അപ്പോൾ ഈ റൂഹ് ഹഫ്സയ്ക്കും നമ്മുടെ നാട്ടിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത് നമ്മുടെ നാട്ടിലെ മാർക്കറ്റുകളിലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ആദ്യം നമ്മുടെ നാട്ടിൽ എത്തിക്കണമെങ്കിൽ പഴയതുപോലെ ഗൾഫുകാരെ തന്നെ ആശ്രയിക്കണം. ഇപ്പോൾ ടാങ്കൊക്കെ നമ്മുടെ നാട്ടിൽ ലഭ്യമായതുകൊണ്ട് ടാങ്കിന് പകരം ഇനി മുതൽ റൂഹ് ഹഫ്സ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഗൾഫുകാർ സന്തോഷപൂർവ്വം കൊണ്ടുവരും. കാരണം ടാങ്കിനേക്കാൾ ഇത് വില വളരെ കുറവാണ്.
പിന്നെ ഭാരം കുറവാണ്, ലഗേജിൽ കൊണ്ടുവരാൻ സൗകര്യപ്രദമാണ്. അപ്പോൾ ഗൾഫുകാരടുത്ത് ആവശ്യപ്പെട്ടാൽ അവർ സന്തോഷപൂർവ്വം ഇത് എത്തിച്ചു തരും. പിന്നീട് ഇതിൻ്റെ ആവശ്യക്കാർ നമ്മുടെ നാട്ടിൽ വർദ്ധിക്കുമ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ മാർക്കറ്റിലും വന്നു തുടങ്ങും. റൂഹ് ഹഫ്സ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലേക്ക് കടക്കും മുമ്പ് റൂഹ് ഹഫ്സ കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു 1-2 പാനീയങ്ങൾ നമുക്ക് തയ്യാറാക്കി നോക്കാം. റൂഹ് ഹഫ്സ കൊണ്ട് വിവിധ തരത്തിലുള്ള പാനീയങ്ങൾ തയ്യാറാക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ പാല് ചേർത്തുണ്ടാക്കുന്ന ഒരു സർബത്താണ്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ജഗ് ഫുള്ള് സർബത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. 1 ഗ്ലാസ് പാല്, 1/2 കപ്പ് പഞ്ചസാര, കുറച്ച് കസ്കസ്, റൂഹ് ഹഫ്സ, വെള്ളം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ആദ്യം ഈ കസ്കസ് കുറച്ച് വെള്ളത്തിലിട്ട് ഒന്ന് കുതിരാൻ വയ്ക്കാം. കുറച്ച് കസ്കസ് എടുത്തിട്ട് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ ജഗ്ഗിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ പഞ്ചസാര അലിയിച്ചെടുക്കാം. വെള്ളം ഒഴിച്ച ശേഷം പഞ്ചസാര അതിലേക്കിട്ട് നന്നായി ഇളക്കി അലിയിച്ചു കൊടുക്കണം. പഞ്ചസാര അലിഞ്ഞു കഴിയുമ്പോൾ ഈ പാല് അതിലേക്ക് ചേർക്കണം. അതിലേക്ക് റൂഹ് ഹഫ്സ കുറച്ച് ചേർക്കാം. ഇതിൻ്റെ ഈ ക്യാപ്പ് തന്നെ ഒരളവാണ്. ഈ അളവിന് 1 ക്യാപ്പ് റൂഹ് ഹഫ്സ ഇതിൽ ചേർത്താൽ മതിയാകും. സ്പൂണിലെടുക്കുകയാണെങ്കിൽ ഏകദേശം 1/2 സ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക. ശേഷം ബാക്കിയുള്ള വെള്ളം ഇതിലേക്ക് ചേർക്കണം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം നമ്മൾ കുതിരാൻ വെച്ച കസ്കസ് ഇതിലേക്ക് ചേർത്ത് ഇളക്കുക. അപ്പോൾ റൂഹ് ഹഫ്സ ചേർത്ത് തയ്യാറാക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാനീയമാണ് ഈ റോസ് മിൽക്ക് അഥവാ മിൽക്ക് സർബത്ത്. റൂഹ് ഹഫ്സയുടെ അളവ് പാകമാണെങ്കിൽ ഈ ഒരു ഇളം റോസ് കളറായിരിക്കും ഇതിന് വരിക. അളവ് കൂടിപ്പോയാൽ ചുവപ്പ് കളർ വരും. അങ്ങനെ വന്നാൽ ഇതിന് ചെറിയ രുചി വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് അളവ് ചേർത്താൽ മതിയാകും. ഇനി വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുന്ന സമയത്ത് വീട്ടിൽ പാല് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ ചിലർക്ക് പാല് ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എങ്ങനെ ഒരു പാനീയം തയ്യാറാക്കാം എന്ന് നോക്കാം. 1 ടീസ്പൂൺ റൂഹ് ഹഫ്സ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. ഒരു ലേശം പഞ്ചസാര, ഏകദേശം 1 സ്പൂൺ പഞ്ചസാര ചേർക്കുക. ഗ്ലാസ് നിറയെ വെള്ളം ഒഴിക്കുക. ഇനി ഇതിന് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് ചെറുനാരങ്ങാ നീര് ചേർത്ത ശേഷം കുറച്ച് കസ്കസും കൂടി ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി നല്ല ഒരു ടേസ്റ്റ് ഇതിന് ലഭിക്കും. ഇതിൽ നറുനീണ്ടി നീര് ചേർത്തിട്ട് ഉപയോഗിക്കാം, ഇഞ്ചി നീര് ചേർത്തിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഓരോരുത്തരുടെയും മനോധർമ്മവും അവരുടെ അറിവുമൊക്കെ അനുസരിച്ച് പലതരത്തിലുള്ള പാനീയങ്ങൾ ഇതിൽ തയ്യാറാക്കാം. പക്ഷേ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള 2 തരം പാനീയങ്ങളാണ് ഞാൻ റൂഹ് ഹഫ്സ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി റൂഹ് ഹഫ്സ വാങ്ങിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഇത് മലയാളികൾക്കിടയിൽ അധികം പ്രചാരത്തിലില്ലാത്തത് കൊണ്ട് പറയുകയാണ്. ഇതേ രൂപത്തിലും ഇതുപോലുള്ള മോഡലിലും ഇതേ നിറത്തിലുമൊക്കെ വിവിധ തരത്തിലുള്ള പാനീയങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാണ്. അതുകൊണ്ട് കുപ്പിയുടെ രൂപവും ഭാവവും ഒക്കെ നോക്കി ഇതാണ് സാധനം എന്ന് ധരിച്ച് വാങ്ങരുത്. നമ്മൾ ആദ്യം റൂഹ് ഹഫ്സ എന്നുള്ള പേര് നോക്കി വാങ്ങുക. അതുപോലെ ഹംദർദ് ലബോറട്ടറീസിൻ്റെ പേര് ഇതിനകത്തുണ്ടാകും. ഇത് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഈ 3 രാജ്യങ്ങളിൽ മാത്രമേ ഇതിൻ്റെ ഉൽപ്പാദനമുള്ളൂ. അപ്പോൾ മെയ്ഡിൻ കൂടി നോക്കുക. ഇത് പാകിസ്ഥാനിൽ നിന്ന് വന്നതാണ്. അപ്പോൾ റൂഹ് ഹഫ്സ വാങ്ങുന്നവർ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ ഇൻഫർമേഷനുകളുമായി പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.